ഏതാനും പറഞ്ഞ UDF-ലേക്കുള്ള വഴി തുറക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ശ്രീ ജയചന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ ജയചന്ദ്രൻ, അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ തുടങ്ങാം. ബാഡ് ഗവർണൻസ് എന്നതാണ് ഗുഡ് ഗവർണൻസ്. ഇത് രണ്ടുമാണ് വിഷയമായി വരുന്നത്. ആന്റി ഇൻകംബൻസി അങ്ങനെ ഒരു സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ അത് പഴകി പറഞ്ഞ കാര്യമെന്നാണ് അങ്ങ് പറഞ്ഞത്. ഈ ബാഡ് ഗവർണൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ബാഡ് ഗവർണൻസ് എന്ന ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടാകണം? സർക്കാർ ഓരോ വിഷയങ്ങളോടും എടുത്ത നിലപാടുകൾ, സാധാരണ മനുഷ്യർ, ഒരു ഏറ്റവും സാധാരണ നിലയിൽ ജീവിക്കുന്ന മനുഷ്യരെ തിരിച്ചു ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച എന്ത് സമീപനമാണ് തിരിച്ചടിയായത്? അങ്ങൊന്ന് നമ്പർ ഇട്ട് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ തിരുത്തൽ? ഇതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ LDF തുടരാൻ കഴിയുമെന്നാണ് അങ്ങ് ആത്മവിശ്വാസത്തോടെ പറയുക? ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യമേ നിലമ്പൂർ ജനതയുടെ ബാഡ് ഗവേണൻസ് എക്സ്പീരിയൻസ് ആയിട്ട് അവർ കാണുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് നിലമ്പൂർ വനമേഖലയിലെ. അത് അവരെ വല്ലാതെ സ്വൈര്യം കെടുത്തുന്നുണ്ട്. പലപ്പോഴും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി മാറുന്നുമുണ്ട്. സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കിടയിൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് 1972 കേന്ദ്ര നിയമമാണെന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ പറയാം. അതൊക്കെ ജനങ്ങൾ ഒരു പരിധിവരെ അക്കാദമിക് അല്ലെങ്കിൽ താത്വികമായി അംഗീകരിക്കും. പക്ഷെ ജീവിതാനുഭവം അങ്ങനെ അല്ലെങ്കിൽ, മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ജനങ്ങൾ നിലപാടുകൾ, തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നിലമ്പൂരിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും മാറാൻ നിർബന്ധിതരാകുന്നത്. അത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഈ കാര്യങ്ങളെ കാണുന്ന നേതാക്കൾ, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, എന്തുകൊണ്ട് PV അൻവർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന കാര്യം വരുന്നു? ആ കുട്ടിയുടെ മരണം അത് ആ രീതിയിൽ ഒരു രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരമാണ്. ജയിച്ചേ കഴിയൂ എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ വളരെ ജാഗ്രതയോടെ ഇടപെടേണ്ടിയിരുന്നില്ല. ആ ഒരു പാളിച്ച എന്തുകൊണ്ട് നേതൃത്വത്തിനോ നേതാക്കൾക്കോ സംഭവിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത്? ഇതല്ല, ഇതിനപ്പുറമുള്ള ചില കാര്യങ്ങളാകും ചർച്ചയാകുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടോ? അല്ല, അങ്ങനെയല്ല. അതിൻ്റെ അകത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ സർക്കാർ തിരുത്തു തന്നെ പോകുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ സർക്കാരിന്റെ കൺട്രോൾ അല്ലാത്തത് നമ്മൾ കാണണമല്ലോ. നമുക്ക് തന്നെ അറിയാം. ഇപ്പോ നിയമസഭ ചേരുന്ന സമയത്താണല്ലോ അൻവർ ഈ വനനിയമത്തിൽ ഭേദഗതി വരുത്താൻ പോകുന്നു എന്നുള്ള വലിയൊരു വിവാദവുമായിട്ട് വരുന്നത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞാൽ വിവാദം, 3 മണി കഴിഞ്ഞാൽ വിവാദം ഉണ്ടാകുന്നു. അതും ഇടയ്ക്ക് സജീവമായി ചർച്ച ചെയ്തു. ആ സമയത്ത് അപ്പം അസംബ്ലി സെഷനിൽ നടക്കുകയാണ്. ഇപ്പോൾ പിറ്റേ ദിവസം അൻവർ പറയുന്നു, എനിക്ക് ഒരു പ്രസ് ജീവനക്കാരിൽ നിന്ന് വിവരം കിട്ടിയതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോൾ ആ വാദം പൊളിഞ്ഞു പോകുന്ന വേറൊരു പ്രസ്താവന വരുന്നതോടുകൂടിയാണ്. എന്താണ് ആ പ്രസ്താവന? താമരശ്ശേരി പിതാവ് പറയുന്നു, ഒരു 10 ദിവസം മുമ്പ് സർക്കാർ ഇത്ര ഒരു ഭേദഗതി ഉണ്ട് എന്ന് പറഞ്ഞ് സമീപിച്ചിരുന്നു. അപ്പൊ അത് പഠിച്ചിട്ട് പറ്റില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അത് ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം എന്ന് സർക്കാരിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇതാ ഉറപ്പ് പാലിച്ചത് അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്ന് പരസ്യമായിട്ടാണ്, മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കേട്ടതല്ലേ? അപ്പൊ അതുണ്ടായി. ചില കാര്യങ്ങളിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാവുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കൃത്യമായി ചെയ്യുമ്പോഴും വൈകാരികമായി ആളുകളെ പെട്ടെന്ന് സ്പർശിക്കുന്ന വിഷയങ്ങളിൽ അതേ ആ ഇമോഷണൽ ഇന്റൻസിറ്റിയോടുകൂടി ഇടപെടാൻ ഒരുപക്ഷെ കഴിയാതെ പോയതാകാം ജനങ്ങളെ. ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ് ഇപ്പോൾ. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവിന്റെ സഹോദരൻ അന്തരിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ്. വണ്ടിയൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ായിരുന്നു. അല്പസമയം മുൻപാണ് അന്ത്യം സംഭവിച്ചത്.